Hi friends, welcome to the new episode. I am TC വിജയൻ മയ്യിൽ. നാളെ ബുധനാഴ്ച ഏപ്രിൽ 1 ഏപ്രിൽ 1 വേൾഡ് ഫൂൾ ഡേ, ഏപ്രിൽ ഫൂൾ എന്നാണ് ലോകം മുഴുവൻ ഇപ്പോൾ പറയുന്നത്. എന്താണ് ഏപ്രിൽ ഫൂൾ? അതെങ്ങനെ ഉണ്ടായി എന്നതിനെപ്പറ്റി നമുക്കൊന്ന് ആലോചിക്കാം. 15-ാം നൂറ്റാണ്ട് വരെ ലോകത്ത് മുഴുവൻ ഉപയോഗിച്ചിരുന്നത് ജൂലിയൻ കലണ്ടറായിരുന്നു. ജൂലിയൻ കലണ്ടറിൻ്റെ ന്യൂ ഇയർ ഏപ്രിൽ 1 ജൂലിയൻ കലണ്ടർ ലൂനാർ സിസ്റ്റമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1582 ഫ്രാൻസ് അതൊന്ന് മാറ്റാൻ തീരുമാനിച്ചു. മറ്റുള്ള മേജർ രാജ്യങ്ങളുമായിട്ട് ആലോചിച്ച് ജൂലിയൻ കലണ്ടർ മാറ്റി ഗ്രിഗോറിയൻ കലണ്ടർ സ്ഥാപിച്ചു. അന്ന് തൊട്ട് 1582 തൊട്ട് ഗ്രിഗോറിയൻ കലണ്ടർ ഉപയോഗിക്കാമെന്നുള്ള ഒരു ധാരണയായി. ഫ്രാൻസാണ് അതിന് മുൻകൈയെടുത്തത്. മറ്റുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചു. ഗ്രിഗോറിയൻ കലണ്ടർ സോളാർ സിസ്റ്റം പ്രകാരം കണക്ക് കൂട്ടിയെടുത്തതാണ്. അതിൻ്റെ ന്യൂ ഇയർ ജനുവരി 1. നേരത്തെ ഏപ്രിൽ 1 ന്യൂ ഇയറായിട്ട് ആഘോഷിച്ചിരുന്നത് ജൂലിയൻ കലണ്ടർ പ്രകാരം. അത് കഴിഞ്ഞ് 1582 കലണ്ടർ മാറ്റിയപ്പോൾ ന്യൂ ഇയർ ജനുവരി 1 മാറ്റി. ഇത് മേജർ വലിയ വലിയ രാജ്യങ്ങൾക്ക് മാത്രം, കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. ചെറിയ രാജ്യങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞില്ല. കാരണം അന്ന് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരുന്നു. ഇന്നത്തെ പോലെ ടി വി, റേഡിയോ, മൊബൈൽ ഒന്നും അന്നില്ലായിരുന്നു. കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായതുകൊണ്ട് ചെറു രാജ്യങ്ങൾ ഈ മാറ്റത്തെപ്പറ്റി മനസ്സിലാക്കിയില്ല. അവർ വീണ്ടും ഏപ്രിൽ 1 തന്നെ ന്യൂ ഇയറായിട്ട് ആഘോഷിച്ചു. കുറച്ച് കൊല്ലം അതങ്ങോട്ട് തുടർന്നു. അപ്പോഴാണ് ഇവർ ഈ വലിയ രാഷ്ട്രങ്ങൾ അറിയുന്നത് മറ്റൊരു ചെറു രാജ്യങ്ങൾ ഏപ്രിൽ 1 ഇപ്പോഴും ന്യൂ ഇയറായിട്ട് ആഘോഷിക്കുന്നു. അങ്ങനെ ഒന്നും അറിയാതെ ഏപ്രിൽ 1 തന്നെ ന്യൂ ഇയറായിട്ട് ഉപയോഗിക്കുന്ന അവരെ ഏപ്രിൽ ഫൂൾസ് എന്ന് വിളിച്ചു തുടങ്ങി. അന്ന് തൊട്ടാണ് ഈ ഏപ്രിൽ ഫൂൾസ് എന്നുള്ള സിസ്റ്റം വന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ചെറു രാജ്യങ്ങൾ അവരറിയാത്തത് അവരുടെ കുറ്റം കൊണ്ടല്ല, അന്നത്തെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം കൊണ്ടാണ് അവർ അറിയാതെ പോയത്. അതുകൊണ്ട് അവരെ വിഡ്ഢികളെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഏപ്രിൽ ഫൂൾ എന്ന് പറയുന്നത് ഫൂളാണോ? ശരിക്കും ഫൂളല്ല. പിന്നെ അന്ന് അവരെ ഫൂൾ വിളിച്ചത് കൊണ്ട് ഇന്നും ഏപ്രിൽ 1 ഫൂളാക്കി വിളിക്കുന്നു. നേരെ മറിച്ച് ഏപ്രിൽ 1 ഫൂളാക്കി നമ്മൾ ഒരിക്കലും വിളിക്കാൻ പാടില്ല. കാരണം നമ്മുടെ സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 1. സാമ്പത്തിക വർഷം നമ്മൾ മാറ്റിയിട്ടില്ല, ജനുവരിയിലോട്ട് മാറ്റിയിട്ടില്ല. ഏപ്രിൽ ടു മാർച്ചാണ്. അപ്പോൾ നമ്മുടെ പുതിയ ബഡ്ജറ്റ്, പുതിയ ടാക്സ്, പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഓൾ ദീസ് തിങ്സ് വിൽ എഫക്ട് ഫ്രം 1 ഏപ്രിൽ ഓൺവേർഡ്സ്. ആ ഏപ്രിലിനെ നമ്മൾ എങ്ങനെ ഇപ്പോഴും വിഡ്ഢിയെന്ന് വിളിക്കും? അത് ഏറ്റവും വലിയ തെറ്റല്ലേ? അന്ന് ചെറു രാഷ്ട്രങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയില്ല, അവരെപ്പറ്റി അറിഞ്ഞില്ല. അറിഞ്ഞുകൊണ്ടും അവരെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ അവരെ വിഡ്ഢികളെന്ന് വിളിക്കാമായിരുന്നു. അറിയാതെ പറ്റിപ്പോയ ഒരു അബദ്ധത്തിന് അവരെ വിഡ്ഢികളെന്ന് വിളിക്കുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ പണ്ട് മലബാറിലെ ന്യൂ ഇയർ മേടം 1 വിഷുവിനായിരുന്നു. തിരുവിതാംകൂറിൽ ചിങ്ങം 1. ഐക്യ കേരളം സ്ഥാപിച്ചപ്പോൾ എല്ലാം കൂടി ചേർത്ത് ചിങ്ങം 1 മാറ്റി. പക്ഷേ മലബാറിലുള്ളവർ ഇപ്പോഴും വിഷു മേഡം 1 ന്യൂ ഇയറായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ മേഡം ഫൂൾസ് വിളിക്കാറുണ്ടോ? ഇല്ലല്ലോ. അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴും ആഘോഷിക്കുന്നില്ലേ? വിഷു ആഘോഷിക്കുന്നുണ്ട്, വിഷുക്കണി വയ്ക്കുന്നുണ്ട്, പ്രഭാതത്തിൽ കണി കാണുന്നുണ്ട്, ന്യൂ ഇയർ ആണെന്നുള്ള സങ്കല്പത്തിലാണ് ഇതിലൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് ഇവരെ മാഡം ഫൂൾസ് വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇവർ ഈ ഏപ്രിൽ ഫൂൾസ് വിളിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്?
സുഹൃത്തുക്കളെ, കഴിയുന്നതും നമുക്കിത് ഒഴിവാക്കിയിട്ട് ഏപ്രിൽ 1 സാമ്പത്തിക ദിവസം എന്നോ ഫിനാൻഷ്യൽ ഡേ എന്നോ മാറ്റാനൊന്ന് ശ്രമിച്ചുകൂടെ? നമുക്കൊന്ന് ആലോചിച്ചുകൂടെ? ചിന്തിക്കുക. താങ്ക് യു വെരി മച്ച്.